യോ ഗായ്സ്, രാവിലെ തന്നെ എഴുന്നേച്ച് കുളിച്ച് വന്നപ്പോഴാണ് ചേച്ചി മുറ്റടിച്ചു വരുന്നത് കണ്ടത്. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്നാണ് അത്തം എന്ന്. ഇന്നലെ മുതലാണ് അത്തം വരുന്നത്. പക്ഷേ ഞങ്ങൾ അത്തം 10-ന് തിരുവോണം എന്ന രീതിയിലാണ് ഇപ്രാവശ്യം പൂവിടാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ടാണ് ഞങ്ങൾ പൂവിട്ട് തുടങ്ങുന്നത്. എല്ലാ അത്തത്തിനും മഴ പെയ്യാറുണ്ട്. ആ പതിവ് ഇപ്രാവശ്യം തെറ്റിച്ചിട്ടില്ല. മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളവും കാര്യങ്ങളൊക്കെ ചെടികളും മുറ്റത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിന് എന്തോ പ്രത്യേക ഒരു സുഖം അനുഭവപ്പെട്ടു. അപ്പം വേഗം തന്നെ ചേച്ചിക്ക് കുറച്ച് പൂവൊക്കെ പറിച്ച് സഹായിച്ചു കൊടുത്തു. രാവിലെ തന്നെ ഈ ഒരു അന്തരീക്ഷം കാണാൻ വളരെ നന്നായിരുന്നു. എന്തോ ഒരു നല്ലൊരു അനുഭവം, ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടി. ഒന്നാമത് ഇന്ന് കെമിസ്ട്രി എക്സാം കൂടിയാണ്. അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ് എനിക്കിന്ന് കിട്ടി. പറമ്പിലേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിൽ എല്ലാ ചെടികളിൽ നിന്നും ഇങ്ങനെ മഴ പെയ്തതിൻ്റെ വെള്ളം ഇങ്ങനെ ഇട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നി. അപ്പോൾ വേഗം തന്നെ പൂ പറിക്കാൻ വേണ്ടി പോയി. എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തൊന്നും പൂ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുള്ള പൂ തന്നെയായിരുന്നു പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള പൂവൊക്കെ വെച്ച് നല്ലൊരു അത്തക്കളം തന്നെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതൊക്കെ തീർന്ന് ചായയും കുടിച്ചിട്ട് വേണം പോയിട്ടൊന്ന് പഠിക്കാൻ. ഇന്നലെ രാത്രി കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേഗം തന്നെ ഇതൊന്ന് തീർത്ത് പഠിക്കാമെന്ന് കരുതി. ഇന്ന് എൻ്റെ ഫ്രണ്ട് ധനുഷിന് ബർത്ത്ഡേ കൂടി ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് നേരത്തെ പോകാമെന്ന് കരുതി. ഒന്നാമത് ഇന്ന് സ്കൗട്ടിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. ഹാപ്പി അത്തം.